മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ മാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിൻലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവൻ ആർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കണം. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിന്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനില് റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതില്ല. അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ഒരുപാട് കാര്യങ്ങളും ഞാൻ വേറെ എന്തോ കാര്യം പറയാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നും അല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് എന്നിട്ട് അവിടുത്തെ മേശ പറഞ്ഞു വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കി. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു, താൻ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തോണ്ട് പോയി. അപ്പോ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയൻ പിള്ളരാജോടും